വളരെ രസകരമാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ നടന്ന സംഭവം. അവിശ്വസനീയം, വിശ്വസിക്കാൻ പ്രയാസമാണ്. അതായത് UAE ഭരണാധികാരി നഹ്യാൻ അദ്ദേഹം ഇന്ത്യയിൽ വരുന്നു. ഒഫീഷ്യലി UAE ഹാൻഡിലേഴ്സ് പറയുന്നു, അവരുടെ ഗവൺമെന്റ് ഹാൻഡിലേഴ്സ് പറയുന്നു 2 മണിക്കൂർ മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്നു 3 മണിക്കൂർ ഉണ്ടായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ വന്നു, ഒരു ചായ കുടിച്ചു, തിരിച്ചുപോയി. മനസ്സിലാക്കുക, ഞാൻ ഡൽഹി ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ എയർപോർട്ടിൽ ഇറങ്ങി. VIP സെക്യൂരിറ്റി ഉണ്ട്. അവിടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു യൂണിറ്റ്, അത് പാലം യൂണിറ്റ്, എയർഫോഴ്സ് എനിക്കൊന്ന് 3 വിങ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അവരുടെ സല്യൂട്ട് കൊടുക്കുന്നു. അവിടുന്ന് മനസ്സിലാക്കണം, കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോണം, അവിടുന്ന് ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ് 7 റേസ് കോഴ്സ് റോഡ്, എല്ലാ ട്രാഫിക്കുകളെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇത് പോകുന്നത്. എങ്ങനെ പോയാലും 45 മിനിറ്റ് എടുക്കും. എങ്ങനെ പോയാലും, കാരണം വെൽ സെക്യൂരിറ്റി ആണെങ്കിൽ എങ്ങനെ പോവാണെങ്കിലും 45 മിനിറ്റ്, 30 മിനിറ്റ് എടുക്കും. കൃത്യമായിട്ട് പറയാം. അവിടെ പോകുന്നു, ഈ സംഭവം കാണിക്കുന്നു. അവിടെ 3-4 പേപ്പറുകൾ സൈൻ ചെയ്തു എന്ന് കാണിക്കുന്നു. തിരിച്ച് വീണ്ടും 45 അല്ല 30 എടുക്കുക. 30 1 മണിക്കൂർ. അതായത് കൃത്യമായിട്ട് പറയാം, UAE ഭരണാധികാരി നഹ്യാൻ ഇന്ത്യയിലുണ്ടായിരുന്നത്, അതായത് ഡൽഹിയിലുണ്ടായിരുന്നത്, അതായത് പ്രധാനമന്ത്രിയുമായി സംസാരിച്ചത് വെറും മിനിറ്റുകൾ മാത്രം. ഇതാണ് ചോദ്യം. ഇതാണ് പല ആവർത്തി ഞാൻ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ. ഇത് പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. അറബ് രാജ്യങ്ങളില്, ഇസ്ലാമിക രാജ്യങ്ങളിൽ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. ലോക രാജ്യങ്ങളിൽ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ സൂപ്പർ ഡൂപ്പറായി മാറി. ഇതേ ഭരണാധികാരി ഡിസംബർ 26 പാകിസ്ഥാനിൽ പോകുന്നു, ഹൈ ഡെലിഗേറ്റ്സുമായിട്ട്. അതിരാവിലെ ഇവിടെ എത്തുന്നു. ലേറ്റ് നൈറ്റ്, വൈകുന്നേരം 8-9 മണിക്ക് വരെ പാകിസ്ഥാനിലുണ്ട്. പലതും സൈൻ ചെയ്തു. അവരുടെ കടങ്ങൾ പലതും മാറ്റിക്കൊടുത്തു. അവർക്ക് ക്രൂഡും LPGയും കൊടുക്കാമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിച്ചു വരുത്തി? അത് അദ്ദേഹം സ്വന്തം ഇഷ്ടത്തോട് വന്നു അല്ല, വിളിച്ചു വരുത്തി. അതായത് ലോകം മുഴുവനും ഇന്ത്യക്കെതിരെ നെഗറ്റീവ് മെസ്സേജ് പോയി. ഞാൻ പറഞ്ഞിട്ടെന്ത്, ഞാനിത് പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം എവിടെയാണ് ഫ്ലോപ്പ് ആയത്. ഓരോ ദിവസം വരുന്ന നെഗറ്റീവ് വാർത്തകളാണ്. പിന്നെ ഇന്ത്യൻ മീഡിയയും യൂട്യൂബേഴ്സും അത് വലിയ പോസിറ്റീവ് ആക്കുന്നു. നെഗറ്റീവ് വാർത്തകൾ മാത്രമേ ഉള്ളൂ ഇന്ത്യക്കെതിരെ. ഗ്ലോബൽ മീഡിയ ഇന്ത്യ പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്തു. ഒരു വാർത്തയും വരുന്നില്ല. ചില നെഗറ്റീവ് വാർത്ത വരുന്നത് എന്തുവാ? ഇന്ത്യയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സ്റ്റോക്ക് മാർക്കറ്റ് പൊളിയുന്നു, അത് പൊളിയുന്നു, ഇത് പൊളിയുന്നു, ഔട്ട്ഫ്ലോ കൂടുന്നു. ആൾക്കാർക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഇനി അടുത്ത സംഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഒരു ദിവസം മുമ്പ് പോളണ്ടിന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, മനസ്സിലാക്കുക, ആദ്യമാണ് പോയി പാകിസ്ഥാനിൽ. ഞാനിതാ പറഞ്ഞത്, ഓപ്പറേഷൻ സിന്ധുവിന് ശേഷവും മുമ്പും അതിന് ശേഷവും പാകിസ്ഥാനിൽ പോയി അവിടെ കാശ്മീരിന് അനുകൂലമായിട്ടൊക്കെ സംസാരിച്ചിട്ട് നേരെ ഇന്ത്യയിൽ വന്നു. ജയശങ്കർ അയാളുടെ മുമ്പിലെടുത്തി പറഞ്ഞു, അതായത് പോളണ്ട് ഇതേപോലെ പാകിസ്ഥാനെ ടെററിസവുമായി ബന്ധപ്പെടുത്തി എൻകറേജ് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കരുത്. തിരിച്ചയാളും മറുപടി കൊടുത്തു. എന്താ മറുപടി കൊടുത്തേ? റഷ്യക്ക് യുദ്ധം ചെയ്യാൻ നിങ്ങൾ അവിടുന്ന് ഓയിൽ വാങ്ങി, വടി കൊടുത്ത് അടി മേടിച്ചു. ഈ രാജ്യങ്ങളൊന്നും ഇന്ത്യക്കെതിരെ മിണ്ടത്തില്ലായിരുന്നു. ഇതാണ് ഞാൻ പല ആവർത്തി പറഞ്ഞത്. ഈ ഒരു സമയം, അതായത് ഈ ഡൽഹിയിലെ വിന്റർ തുടങ്ങുന്ന സമയത്ത് ഗ്ലോബൽ ലീഡേഴ്സ് ഇന്ത്യയിൽ വരാനിങ്ങനെ കാത്തു നിൽക്കും. അത്രമാത്രം പവർഫുൾ ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനും അമേരിക്കയുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത്. അതാണ് പറഞ്ഞത്, അമേരിക്ക പിണങ്ങിയോ ഇന്ത്യ വട്ടപൂജ്യമാകും. അതുകൊണ്ടാണ് അമേരിക്കൻ ത്രെട്ട് തന്നെയാണ് മുഴുവനും നിർത്തിയത്. റഷ്യൻ ഓയിൽ എന്താ നിർത്തിയത്?
ബ്രെക്സിന്ന് പിന്മാറി, പേടിച്ച് പിന്മാറി. ഇറാനിലെ ചബാർ പോർട്ട് അത് ഇറാന് കൊടുത്തു. അമേരിക്കയുടെ കൂടെ നിന്നിരുന്ന് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേ ഉള്ളു, സിമ്പിൾ. ഇസ്ലാമിക രാജ്യങ്ങൾ മുഴുവനും പാകിസ്ഥാന്റെ കൂടായി. ഓപ്പറേഷൻ സിന്ദൂറിന് കഴിഞ്ഞ ശേഷം, അതിനു മുമ്പ് മോദി അഡ്മിനിസ്ട്രേഷന്റെ ഡിപ്ലോമസി ബാലൻസ് മാത്രമല്ല, ഇസ്ലാമിക രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ ഇന്ത്യയോടൊപ്പമായിരുന്നു. ഇവരൊന്നും പാകിസ്ഥാനിൽ പോലും പോയിട്ടില്ല. അപ്പൊ ഈ കഴിഞ്ഞ മോദി നേരത്തെ ഈ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് നിങ്ങൾ എടുത്തു നോക്കുക, എത്ര ഭരണത്തലവന്മാരാണ് പാകിസ്ഥാനിൽ പോയിക്കൊണ്ടിരുന്നത്. ഇന്നവർ പാകിസ്ഥാൻ അവരുടെ ഡെസ്റ്റിനേഷനായിട്ട് മാറി. ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ, പോളണ്ട്, മറ്റു പല രാജ്യങ്ങളും, പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഷബാസ് ഷെരീഫ് പല രാജ്യങ്ങളിലും പോവുകയാണ്, ജാപ്പാൻ ഉൾപ്പെടെ. ഇതാണ് മാറ്റം എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ ഞാൻ രാജ്യദ്രോഹിയല്ല, ഇതാണ് കുളമാക്കി എന്ന് ഞാൻ പറഞ്ഞത്. കുളമാക്കി. എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങൾ ഇത്രമാത്രം ഇന്ത്യയെ വെറുക്കാൻ കാരണം? കാരണം ഇന്ത്യയിലുള്ള ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി അവരുടെ വീടുകൾ പൊളിച്ചു കളയുന്നു, അത് പൊളിച്ചു കളയുന്നു, ഇത് പൊളിച്ചു കളയുന്നു. ദിവസവും വരുന്നു അവർക്കെതിരെ വാർത്ത വരുന്നു. ഇന്നത്തെ അമേരിക്ക ഉൾപ്പെടെ മറ്റുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കാർക്കെതിരെ വെറുക്കുന്നതിൻ്റെ കാര്യം ക്രിസ്ത്യാനികളെ അറ്റാക്ക് ചെയ്യുന്നു. ഇതാണ് ഇഷ്യൂ. ഇതാണ് പരമപ്രധാനം. പിന്നെ ഞാൻ അറിഞ്ഞ ചില മാറ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ബന്ധം സെർജിയോ ഗോർ, അമേരിക്കൻ സ്പെഷ്യൽ എൻവോയ് ടു ഇന്ത്യ, അദ്ദേഹം ഈ ജാനുവരി 12 ചാർജ് എടുത്തത്. അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു, അറബ് രാജ്യങ്ങളുമായിട്ട് ബന്ധത്തിൽ പോയേ മതിയാവത്തുള്ളൂ, ഇങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല. കാരണം ഈ രാജ്യങ്ങളെല്ലാം പാകിസ്ഥാൻ്റെ ഒപ്പം പോകും, അത് വേറെ ബ്ലോക്കായിട്ട് പോകും. അതിൻ്റെ ഭാഗമായിട്ട് UAE ഈ പറയുന്ന ഭരണാധികാരിയെ പെട്ടെന്ന് വിളിച്ചത്, ഞങ്ങൾ അടുപ്പമുണ്ട്, പ്രശ്നമില്ല. അതിനുവേണ്ടി പ്രധാനമന്ത്രിയുടെ ഓഫീസ് പെട്ടെന്ന് ചെയ്ത പരിപാടിയായി ഇത്. കാരണം ഇന്ത്യയോട് വെറുപ്പില്ല. ഗ്ലോബലായിട്ട് ഇന്ത്യക്കെതിരെ നെഗറ്റീവ് വൈബാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ. കാരണം പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക ന്യൂക്ലിയർ രാജ്യമാണ്. അവിടെ ഇന്ത്യ പോയി ബോംബ് ചെയ്തു. കാരണം ഈ പറയുന്ന UAE ഉൾപ്പെടെ, സൗദി അറേബ്യ ഉൾപ്പെടെ ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം ഇന്ത്യയോട് പറഞ്ഞു, അവിടെ ചെന്ന് ബോംബ് ചെയ്യരുത്, നമുക്കിതൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം. അതൊന്നും നോക്കിയില്ല, പോയി ബോംബും പിന്നീട് ഉണ്ടായ സംഭവം നിങ്ങൾക്കറിയാം. അത് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഇതാണ് പറയുന്നത് കൊളാപ്സ് എന്ന് പറയുന്നത്. അപ്പം അതിനിപ്പോൾ എന്നെ തെറി വിളിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ഞാനന്ന് സത്യം വിളിച്ച് പറഞ്ഞു എത്ര എണ്ണം പോയി. ആ പോയത് തന്നെ. അതാണ് നാണക്കേട്. അതും പോയി നാണക്കേടുമായി ലോകത്തെല്ലാ രാജ്യങ്ങളും ഇന്ത്യയുടെ ശത്രുവുമായി. അവസാനം ചൈനയെ കെട്ടിപ്പിടിച്ചു, അവനും വിരട്ടി വിട്ടു. ഇതാണ് ഇന്ത്യയുടെ ഇപ്പോഴുള്ള സ്ഥിതി എന്ന് പറയുന്നത്. ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാം, എന്തുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഡാവോസിൽ പോകാത്തത്. ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ഇൻഡസ്ട്രിയലിസ്റ്റും ബിസിനസ്സുകാരും ഡാവോസിൽ പോയിട്ടുണ്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നില്ല. ട്രംപിനെ പേടിയാ, ട്രംപോടെ വിളിച്ചു പോകും. അത് തന്നെ കാര്യം ഞാൻ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ രാജ്യം മുന്നോട്ട് പോകേണ്ട രാജ്യമാണ്. തലയ്ക്കകത്ത് അഹങ്കാരം കയറരുത്. അഹങ്കാരം കയറി കഴിഞ്ഞാൽ ഈ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ നമ്മൾ ഭയപ്പെട്ടേ മതിയാവത്തുള്ളൂ. അവർ തന്നെയാണ് നിയന്ത്രിക്കുന്നത്. അവർ തന്നെയാണ് ഇന്ത്യയോട് പറഞ്ഞത്, ഇന്ത്യയുടെ കപ്പാസിറ്റി ഉപയോഗിച്ച് ഈ പറയുന്ന അറബ് രാജ്യങ്ങളുമായിട്ട് ബന്ധത്തിൽ പോയിക്കോണം, അല്ലെങ്കിൽ ഇന്ത്യയെ ബാധിക്കും. കാരണം അമേരിക്കൻ ഡിപ്ലോമസിക്ക് ഒരു പരിധി വരെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇന്ത്യക്ക് അനുകൂലമായിട്ട്. കാരണം ഇന്ത്യയിലുള്ള ഈ സംഘപരിവാർ വേട്ടാവളയന്മാർ കിടന്ന് ചാടുക ഓരോന്നായിട്ട്. അത് ഗ്ലോബലായിട്ട് ഇന്ത്യക്ക് എതിരാക്കി മാറ്റി. നോക്കുക, ഇന്ത്യൻ പ്രധാനമന്ത്രി വിശ്വഗുരു തന്നെയായിരുന്നു. ആ കാര്യം കറക്റ്റാണ്. ഇന്ന് ആ വിശ്വഗുരു ആയതിൻ്റെ കാരണം ഇന്ത്യയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. ഇത്രയും വലിയ മുമ്പോട്ട് പോയൊരു എക്കോണമി ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ പല ദിവസങ്ങളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരൊറ്റ ഒരു ഫോറിൻ ഇൻവെസ്റ്റർ ഇന്ത്യയിൽ വരുന്നില്ല. ആരാ കാരണം? ഉറപ്പായിട്ടും മോദി നയിക്കുന്ന ടീം തന്നെയാണ് കാരണം. അതവർ തിരുത്തിയേ മതിയാവും. അത് മോദി ഇപ്പം മനസ്സിലാക്കിയൊരു സംഭവമുണ്ട്, അമേരിക്കയുടെ ലൈനിലോട്ട് പോവുക, അല്ലാതെ നിൽക്കാൻ പറ്റത്തില്ല. ഇത് തന്നെയാണ് ഡേ 1 ഓൺവേർഡ്സ് ഞാൻ പറയുന്നത്, അമേരിക്കൻ ലൈനിൽ വന്നേ മതിയാവത്തുള്ളൂ. പിന്നെ മറ്റു ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്,
അതായത് പ്രസിഡന്റ് ട്രംപ് ചൈനയിൽ പോയിട്ട് പാകിസ്ഥാനിൽ വരുന്നത്. അതോടുകൂടി സംഭവത്തിന് വളരെ പിക്ചർ വളരെ ക്ലാരിറ്റിയാണ്. ഇന്ത്യ വരാതെ പാകിസ്ഥാനിൽ വന്നിട്ട് തിരിച്ചു പോകും. ഇന്ത്യൻ പ്രധാനമന്ത്രിയും ടീമും മാക്സിമം ട്രൈ ചെയ്യുന്നത് പ്രസിഡന്റ് ട്രംപിനെ എങ്ങനെങ്കിലും ഇന്ത്യയെ കൊണ്ടുവരിക. അപ്പം അതിന് അവർ പറയുന്ന സംഭവം പല കാര്യങ്ങളുണ്ട്. ട്രേഡ് ഡീലൊന്നും ഈ അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യ ആയിട്ട് ട്രേഡിൽ തുച്ഛമായിട്ടേ അവർ കാണുന്നുള്ളൂ. ഇന്ത്യക്കാണത് പ്രാധാന്യം. അത് മോദി വിളിച്ചോ വിളിക്കാതിരിക്കുകയോ ഇന്ത്യക്ക് തന്നെയാണ് പ്രാധാന്യം. കാരണം കറൻസിയുടെ പോക്ക് കണ്ടില്ലേ, ഡോളർ സ്ട്രെങ്തൻ ചെയ്യുകയാണ്, അമേരിക്കൻ എക്കോണമി സ്ട്രെങ്തൻഡ് ആകുകയാണ്. സിമ്പിളാണ് ഒരു കാര്യം. അഹങ്കാരം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടായതിൻ്റെ പ്രതിഫലനമാണ് ഇതൊക്കെ ഉണ്ടായേക്കുന്നത്. അമേരിക്കയ്ക്ക് പലയിടത്തും പോയി ബോംബിടാനും ജെറൂസലം പ്രസിഡന്റിനെ പിടിച്ചോട്ട് പോകാനൊക്കെ അവരെ കൊണ്ട് കഴിയും. അത് ചെയ്യാൻ ഇന്ത്യ മുതിരരുത്. കാരണം നമുക്ക് സമയമെടുക്കും. പലരും കയറി പല രീതിയിൽ നമ്മളെ കയറി മാന്തും. ആ മാന്തലിൻ്റെ ഭാഗമായിട്ട് ആ മുറിവൊന്ന് ഉണക്കാൻ വേണ്ടിയാണ് ബേസിക്കലി ഈ UAE പ്രസിഡന്റിനെ ഇന്ത്യയിൽ കൊണ്ടുവന്നത്. 2 മണിക്കൂറെങ്കിൽ 2 മണിക്കൂർ, ഒരു ചായ എങ്കിൽ ചായ, അത് കുടിച്ചിട്ട് പോവുക, ലോകത്തിനൊരു മെസ്സേജ് കൊടുക്കുക. ഇസ്ലാമിക അറബ് രാജ്യങ്ങൾ ഇന്ത്യക്കെതിരല്ല. കാരണം അങ്ങനെ ഒരു കോൺഫെഡറേഷൻ ലോകം മുഴുവനും ഉണ്ടാവുകയാണ്. അതായത് ഇസ്ലാമിക രാജ്യങ്ങളിലും അറബ് രാജ്യങ്ങളിലും ഇന്ത്യക്കെതിരെ. ഉറപ്പായിട്ടും അത് ഇന്ത്യക്കാരെ ബാധിക്കും. നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, ഏകദേശം 13,000 ഇന്ത്യക്കാരെയാണ് ആ സൗദി അറേബ്യ ദൂരെ കളഞ്ഞത്. അതേപോലെ മറ്റ് അറബ് രാജ്യങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുക, അടുത്ത് എന്ത് ചെയ്യണം. ഈ സ്ഥിതിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിലെ 2ാമത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷനുള്ള രാജ്യമാണ് ഇന്ത്യ. അതേപോലെ പാകിസ്ഥാൻ അവർ വെപ്പണൈസ് ചെയ്യുകയാണ്. എല്ലാ കാര്യത്തിലും പ്രശ്നങ്ങൾ അതിര് കടന്നു പോകുന്നു. ഇസ്ലാമിനെതിരെ, ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെയല്ല ഇന്ത്യ. ഈ ഒരു മെസ്സേജ് കൊടുക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചത്. 2 മണിക്കൂർ 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ്. അതിനുവേണ്ടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എയർപോർട്ടിൽ പോയി ഇതൊക്കെ കാണിച്ചത്. കാറും ഫോട്ടോ എടുപ്പൊക്കെ ഈ കാറും ഫോട്ടോ എടുപ്പും മാത്രമേ നടക്കുന്നുള്ളൂ, മറ്റുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഞാൻ അറിഞ്ഞിടത്തോളം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല, UAEയും ഇസ്രായേലും അമേരിക്കയും ഇന്ത്യയും കൂടെ ചേർന്ന് UAE ഇന്ത്യയിൽ 100 ബില്യൻ്റെ അഗ്രികൾച്ചർ ഇൻവെസ്റ്റ്മെന്റ് അത് പദ്ധതി കിട്ടുന്നത് വലിയ സംഭവമായിരുന്നു. ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, 100 ബില്യൺ. അതങ്ങോട്ട് തുടങ്ങിയപ്പോഴാണ് ഈ സംഭവം കയറി വരുന്നത്. അതോടുകൂടി അതും ഫ്ലോപ്പായി. അൾട്ടിമേറ്റ്ലി ഞാൻ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ് ഇന്ത്യയെ എല്ലാ രീതിയിലും ബാധിച്ചു. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആ വ്യക്തിഗതമായ ഒരു ഗ്ലാമർ ഇമേജ് മുഴുവനും താഴോട്ടങ്ങ് പോയി. അതിനെങ്ങനെങ്കിലും പഴയപടി ഒന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇന്ത്യ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. പോളണ്ടും അവരും ഒക്കെ നമ്മൾ തെറി വിളിക്കുകയാണ്. ആ സ്ഥിതിയിലോട്ട് മാറ്റിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇമ്മച്യൂരിറ്റി ആയിട്ടുള്ള നമ്മുടെ വിദേശ നയം അത് പൊളിച്ചെഴുതി. ഈ പറയുന്ന ജയശങ്കർ ആരാണ് ഉത്തരവാദിത്വം എനിക്കറിയത്തില്ല ഇതിൻ്റെ പ്രധാനപ്പെട്ടത്. പക്ഷെ പൊളിച്ചെഴുതേണ്ട സമയമായിരിക്കുന്നു. ഇതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.